എല്ലാവർക്കും നമസ്കാരം. ഈ സന്ധ്യാവേളയിൽ ഗുരുവായൂരിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഗുരുവായൂരിനെ അറിയുന്നവർക്കല്ലേ, ഗുരുവായൂരിനെ അറിയാത്ത കുറേ ആളുകളുണ്ട്. അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസം മുൻപ് ഇൻബോക്സിൽ ഒരു മെസ്സേജ്, ഹായ്, ഗൾഫിൽ നിന്നൊരു സുഹൃത്തായിരുന്നു അയച്ചത്. അപ്പോൾ ഞാനത് മറുപടി അയച്ചത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം എനിക്ക് മറുപടി വാട്സാപ്പ് നമ്പർ ചോദിച്ചു. വാട്സാപ്പിൽ അദ്ദേഹം ഗുരുവായൂർ വരുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി. ആ അത്ഭുതം പറയുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് വളരെ അറിയുന്ന ഒരു ഫാമിലി, അപ്പം അവർ ഗുരുവായൂർ പോയി വന്ന് വൈകുന്നേരം ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇനി അങ്ങോട്ടില്ല, ആവൂല, എന്താണ് തിരക്കും കാര്യങ്ങളും, ഒരു സുഖമില്ലായിരുന്നു, ഇനി ഞങ്ങൾ അങ്ങോട്ടേ ഇല്ല. ഞാൻ ഒരു നിമിഷം ഞാനൊന്ന് പതറി, ഞെട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരേന്ന് വരുന്ന ആളുകൾ കൃത്യമായിട്ടും അറിയാതെയൊക്കെ ഗുരുവായൂർ വരുമ്പോൾ ചില സമയത്ത്, അതായത് അവർ ഗുരുവായൂർ എത്തിയത് കുറച്ച് ദൂരെ നിന്നാണ് പോകുന്നത്. അവർ ഗുരുവായൂരിൽ നിന്ന് എത്തിയത് ഉച്ചയ്ക്കൊരു 11:30-12 മണിക്കാണ്. നല്ല ചൂടുള്ള സമയത്ത് അവർ നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കിലാകുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഗുരുവായൂരിനെ പറ്റി അറിയുന്നില്ലല്ലോ. ഉള്ളിൽ കയറിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പുറത്തിറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. വീണ്ടും അവർ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി അവർ ഭക്ഷണം കഴിച്ച് അടുത്ത ബസ്സിന് തിരിച്ചു കയറി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഒന്നും അറിയില്ല ഗുരുവായൂരിനെ കുറിച്ച്. അതുകൊണ്ട് പറ്റിയതാണ്. അപ്പം ഗുരുവായൂരിന് അങ്ങനെ ദൂരേന്ന് വരുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരേന്ന് വരികയാണെങ്കിൽ കഴിയുന്നതും ഒരു ദിവസം താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രാവിലെ പുലർച്ചെ ദൂരെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു 10:30-11 മണിക്ക് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം എടുത്ത് ഒന്ന് ഫ്രഷ് ആയൊക്കെ പുറത്ത് വന്ന് ഒരു 4 മണി 3 മണി 4 മണിക്കൊക്കെ നിങ്ങൾക്ക് വരിയിൽ നിന്ന് ഉള്ളിൽ കയറിയിട്ട് ഒരു 6-7 മണിക്കൊക്കെ പുറത്തിറങ്ങിയാൽ ഗുരുവായൂരിനൊരു സൗന്ദര്യമുണ്ട്. ഗുരുവായൂരിലൊരു പ്രത്യേകമുള്ള ഒരു കാറ്റുണ്ട്. ഗുരുവായൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കാണാനുണ്ട്. മമ്മിയൂർ എന്ന് പറയുന്ന മഹാക്ഷേത്രമുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഗുരുവായൂർ നടയിൽ വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സുഖമുള്ള ഫീലിംഗ് ആണെന്നറിയോ. ലോകത്ത് വേറെ എവിടെ അത്രയും സുഖം കിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ ആ മെസ്സേജ് അയച്ച സുഹൃത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കാസർഗോഡ് നിന്ന് വരുന്ന ആളുകളാണ്. കാസർഗോഡ് നിന്ന് വന്നിട്ട് കിഴക്കേ നടയിൽ അവർ ഒരു റൂം എടുക്കും. റൂം എടുത്തിട്ട് നേരെ ദർശനം നടത്തും. ഉള്ളിൽ കയറും, പുറത്തിറങ്ങും. എന്നിട്ട് റൂമിൽ പോകും, താമസിക്കും. പിറ്റേന്ന് രാവിലെ ഒന്നും കൂടെ ഉള്ളിൽ കയറി പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരിക എന്നാണ് പറഞ്ഞത്. ആ സുഹൃത്ത് പറയാണ്, ഞാൻ ഈ വീഡിയോയിൽ തെക്കേ നടയും പടിഞ്ഞാറേ നടയും മറ്റ് കാര്യങ്ങളും മഞ്ജുളാലും ഗുരുവായൂർ കേശവന്റെ പ്രതിമയും ആനക്കോട്ടയും കുളവും കാര്യങ്ങളും മമ്മിയൂരും ഒക്കെ കാണിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഗുരുവായൂർ ഉണ്ടായിരുന്നു എന്നുള്ളത്. കൃഷ്ണ, ഇതൊന്നും ഞാനറിയില്ല, ഞാൻ ഇങ്ങനെയാണ് വരിക, ഫാമിലി ആയിട്ട് വരുന്നിട്ട്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാതെ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ ചോദിച്ചില്ലെങ്കിൽ, ആരോടും ചോദിക്കുകയൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നത് മാതിരി നമ്മൾ ദർശനം നടത്തിയിട്ട് തിരിച്ചു പോവുകയുള്ളൂ. അദ്ദേഹത്തിന് ഇതാണ് പറ്റിയത്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാണ്, ഇനി ഞാൻ വരുമ്പം ഗുരുവായൂർ മുഴുവൻ നടന്ന് കാണും, അത്രയും കാണാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത്രയും സന്തോഷത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെ ആ ഒരു വീഡിയോയ്ക്ക് അദ്ദേഹം നന്ദിയൊക്കെ പറയുന്നുണ്ട്. പല വീഡിയോസിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ചെറിയൊരു ഉപദേശം തന്നതാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് ഈ രീതിയിലൊക്കെ ദർശനം നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 7 മണിയാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ദർശനം നടത്തി പുറത്തിറങ്ങി മമ്മിയൂരൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് കുറച്ച് ഗുരുവായൂരിലൂടെയൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് തൃപ്പുക കാണാം. തൃപ്പുകയും കണ്ട് ഒരു 9:30-10 മണിക്ക് പുറത്തിറങ്ങി നിങ്ങൾക്ക് കൃഷ്ണനാട്ടം കാണുന്നവർക്ക് അതും കാണാം. എന്നിട്ട് നിങ്ങൾ റൂമിലൊന്ന് പോയി റെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ. എന്തായാലും ദൂരെ നിന്ന് വരുന്നവർ കഴിയുന്നതും റൂം എടുക്കാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതിക്കൊക്കെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് വരുന്നവർക്ക് പ്രശ്നമല്ല. അവർക്ക് അറിയാം ഏത് രീതിയിൽ ഹൗ ടു പ്ലാൻ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം, എങ്ങനെ വരണം ഗുരുവായൂർ എന്നുള്ളത്. ഇതറിയാത്തവർക്കാണ് പറയുന്നത്. അറിയാത്തവർ വരുമ്പം രാവിലെ വരിക. രാവിലെ ഒരു 10:30 ആകുമ്പോഴേക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ വരിക. എന്നിട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഫ്രഷായി വന്നിട്ട് ഗുരുവായൂരെ ഭക്ഷണം തന്നെ കിട്ടും. ഗുരുവായൂരെ പ്രസാദ കൂട്ടിൽ പങ്കെടുത്ത് വന്നിട്ട് വീണ്ടും വേണമെങ്കിൽ റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തൊരു 3:30 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വരിയിൽ നിൽക്കാം. അങ്ങനെയാകുമ്പോൾ ഒരു 6-7 മണിയാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് തൊഴുത് പുറത്ത് കടന്നിട്ട് നേരെ മമ്മിയൂർ പോവുക.
മമ്മിയൂർ ദർശനം നടത്തിയിട്ട്, അല്ലെങ്കിൽ മമ്മിയൂർ രാവിലെ പോയാലും മതി, വൈകുന്നേരവും പോവാം രാവിലെയും പോവാം. അങ്ങനെ ദർശനം നടത്തിയിട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞതുമാതിരി നിങ്ങൾക്ക് ചായയൊക്കെ കുടിക്കുക. ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് തെക്കേ നടയിലും എല്ലാവിടെയൊക്കെ നടന്നിട്ട് ഒക്കെ വന്ന് വരുമ്പോഴേക്കും എന്താവും, ഉള്ളിൽ വീണ്ടും കയറുക. ഉള്ളിൽ വീണ്ടും കയറുക വെച്ചാൽ നാലമ്പലത്തിനുള്ളിലല്ല, പുറത്ത് കയറുക. എന്നിട്ട് അവിടെ തൃപ്പുകയൊക്കെ ദർശിച്ച് പുറത്തിറങ്ങുക. എന്നിട്ടും ഗുരുവായൂരിൽ വന്നാൽ ഉറക്കമില്ല. നമുക്ക് നടക്കാം, ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കുട്ടികൾക്കൊക്കെ വാങ്ങാനുണ്ടാവും, മുല്ലപ്പൂ ഉണ്ടാവും, പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ടാവും. ഒക്കെ വാങ്ങി റൂമിൽ പോവുക. ഒന്ന് കണ്ണ് കാച്ചാന്നൊക്കെ പറയില്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് പുലർച്ചെ ഒരു 3 മണിക്കും 3:30ക്കും ഒക്കെ നിർമ്മാല്യത്തിനും വാകച്ചാർത്തിനൊക്കെ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോകുക. അല്ലാത്തൊരു കുറച്ച് വൈകിട്ടായാലും എഴുന്നേറ്റ് രാവിലെ വീണ്ടും ഉള്ളിൽ കയറാൻ പറ്റുന്നവർ ഉള്ളിൽ വീണ്ടും കയറുക. അപ്പോൾ ഈ തലേന്ന് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന പ്രസാദത്തിനുള്ള ഷീറ്റുകളൊക്കെ റെഡിയാക്കി, പ്രസാദത്തിനുള്ള ഏർപ്പാടുകളൊക്കെ പിന്നെ ഷീട്ടാക്കി വെക്കുക. എന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാനുള്ളതൊക്കെ, പായസമൊക്കെ വാങ്ങുക. പാൽപ്പായസത്തിൻ്റെ സമയമൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. അങ്ങനെ ഗുരുവായൂരിൽ ദർശനം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഭക്തർ സ്ഥിരം വരുന്ന ആളുകളുണ്ട്, അവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയാണ് വരേണ്ടതെന്നും എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ വീഡിയോ അധികം നീട്ടുന്നില്ല. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്ന ആ ഒരു സുഹൃത്തിന് നന്ദി പറയുകയാണ്. ഈ ഒരു കണ്ടന്റ് ഇന്ന് നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ. അദ്ദേഹം വരുന്ന ഒരു രീതി പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ പരിചയമില്ലാത്തവർ ഇങ്ങനെയാണ് വരിക. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂർ വന്നിട്ട് അയ്യോ ഇനി ഞാനില്ലേ അങ്ങോട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലിയുടെ അവരോട് അവർ പിന്നെ ഗുരുവായൂരിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത് കഷ്ടമാണ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നില്ലേ. അപ്പം എന്തുതന്നെയാലും അവരെ ഗുരുവായൂർ അവർ അടുത്തേക്ക് വരുത്തിക്കോളും, അതൊന്നും സംശയമില്ല. അപ്പോൾ വേറെ ഒന്നും പറയാനില്ലല്ലോ. ഹരേ കൃഷ്ണ.